ഇത്രയും വർഷങ്ങൾ കമൽ സാറിലൂടെ നിന്നിട്ട് ഗദാമയിലൂടെയാണ് ഷൈൻ വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചിലരൊക്കെ പറയാറുണ്ട് ഭാഗ്യമാണ് ചിലർ പറയും കഴിവാണ്, ചിലർ പറയും ഭാഗ്യവും വേണം കഴിവും വേണം. കഴിവല്ല വേണ്ടത്, നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കണം. ഞാനിപ്പോ റോള് കിട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നടക്കില്ല. എന്താ ശ്രമം വേണമെന്ന് പറയും. ഡെഫിനറ്റ്ലി ശ്രമം. ഭാഗ്യം വരണമെങ്കിൽ ട്രൈ ചെയ്യണം. യോഗം എന്നാണ് പറയുക. യോഗമല്ല, നമ്മൾ ടോസ് ഇടണ്ടേ. ഭാഗ്യമാണ് ടോസ്, നമ്മൾ ടോസ് ഇടും. അതിന് മുന്നേ ആക്ടിവിറ്റി നടക്കണ്ടേ. ഇപ്പം ഞാൻ പറയും, ഇപ്പം ഒളിമ്പിക്സിനാണ് എന്തൊരു ഒരു ഭാഗ്യമോ ഭാഗ്യക്കേടോ, അതിന്റെ പ്രീ ക്വാർട്ടേഴ്സിൽ 2 ഇന്ത്യക്കാര് ബാഡ്മിന്റൺ കളിക്കും. ഒളിമ്പിക്സ് അതായത് എങ്ങനെ വന്നാലും ഒരു ഇന്ത്യ അതെന്തോ അറിയില്ല. അങ്ങനെ കളിച്ചത് നമ്മുടെ പ്രണവ് എന്ന് പറഞ്ഞാണ്. 2 പേര് ബാഡ്മിന്റൺ സിംഗിൾസ്. പരിശ്രമം വേണം അവിടെ. പരിശ്രമം മസ്റ്റ് വേണം. ശ്രമങ്ങൾ ഉണ്ടായാലാണ് അത് നടക്കുള്ളൂ. തോൽവി വിജയം എന്തായാലും. ഒരുപാട് പേരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഏത് ഭാഷയിലായിക്കോട്ടെ സിനിമയിലേക്ക് വരിക അല്ലെ, സിനിമയിലേക്ക് മുഖം കാണിക്കുക എന്നൊക്കെയാണ്. അപ്പൊ ഒരുപാട് പേര് ഇതിന് ശ്രമിച്ചിട്ട് വിഷമിച്ച് പിന്മാറുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്ത് പറയും ഭാഗ്യം ഉണ്ടാവണം എന്ന്, ചിലത് പറയും കഴിവുണ്ടാവണം. ഭാഗ്യം ഉണ്ടാവാന്നല്ല, അത് ആളല്ലല്ലോ. ഞാൻ സിനിമ സംവിധായകൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി നടൻ എന്റെ മനസ്സിൽ പോലും ഇല്ല. എന്നാൽ എനിക്ക് ഇന്ന് അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ചേച്ചി സംവിധായകൻ എന്ന റോളിലേക്ക് ഷിഫ്റ്റ് ഇല്ല. അപ്പൊ അജു വർഗീസ് സംവിധാനം ഞങ്ങൾ പ്രതീക്ഷിക്കില്ല. കാര്യം ഇന്ന് ഞാൻ മനസ്സിലായി, ഇതാണ് എനിക്ക് ഇത്രയും ഇപ്പൊ ഞാൻ പറയട്ടെ, അങ്ങനെ ഷിഫ്റ്റ് ഇല്ല ശ്രദ്ധിക്കാൻ ചോദിക്കട്ടെ. ഇപ്പൊ ചിലർ പറയും സംവിധായകന്റെ കയ്യിലെ ടൂളാണ് നടൻ എന്ന് പറയുന്നത്, അതായത് ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയും. അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ അതോ അങ്ങനെ തന്നെയാണ്? അങ്ങനെ അല്ലാത്തവരുണ്ട്. ഇപ്പൊ ലാലേട്ടനെയൊക്കെ നമ്മൾ പറയുന്നത് ആക്ടർ എന്ന് പറയില്ല. വളരെ പ്രൊഫഷണൽ ഒരു മടി കൂടാതെ ഒരു ഈഗോ കൂടാതെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നടനാണെന്നോ, ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ രണ്ടുമാണ്, ബെസ്റ്റ് ആക്ടറുമാണ് എന്നൊക്കെ. ഇവര് 2 പേരും ലാൽസാർ മാത്രമല്ല, സീനിയർ ആക്ടേഴ്സ് എല്ലാവരും റീടേക്സിൽ നിന്ന് കൊടുക്കുന്നത്. ഞാൻ കാര്യല്ലോ അല്ല, നമ്മളിവിടെ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ